അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് നോട്ടിഫിക്കേഷൻ മാത്രമേ തങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന രീതിയിൽ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന അവസരത്തിൽ പ്രസ്തുത നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ നോക്കി തങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റിയത് പ്രത്യേകം സെലക്ട് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ജൂനിയർ ക്ലർക്കിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പ്രസ്തുത നോട്ടിഫിക്കേഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള യോഗ്യത, ഏജ് ലിമിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക് ജൂനിയർ ക്ലർക്കിന്റെ ധാരാളം ഒഴിവുകൾ, 13ഓളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത യോഗ്യത, പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് SSLC മാത്രമാണ് യോഗ്യത ഉള്ളത് എങ്കിൽ അവർക്ക് JDC ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഉണ്ടായാൽ മതിയാവും. അതേസമയം ഡിഗ്രി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഹയർ ഡിപ്ലോമ ഉള്ളവർക്കും അതുപോലെ തന്നെ BCom കോർപ്പറേഷൻ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും എല്ലാം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ BCom കോർപ്പറേഷൻ വേണമെന്ന് മാത്രം നിർബന്ധമില്ല. ഡിഗ്രിയുടെ മറ്റ് ഡിഗ്രി BA BSc ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് HDC ഉണ്ടെങ്കിലും അവർക്ക് ഈ തസ്തികകളിലേക്ക് എല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്. എന്താണ് ഇതിന്റെ ഏജ് ലിമിറ്റ്? പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ഇവിടെ OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും EWS-കാർക്ക് 43 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് EWS കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം PSC-യിൽ ഏജ് റിലാക്സേഷൻ ഇല്ല എങ്കിൽ ഇവിടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ അവർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അവിടെ 43 വയസ്സ് വരെയുള്ള EWS കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ജൂനിയർ ക്ലർക്കിന്റെ 13 ഒഴിവുകളാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് 3 ഒഴിവ് SC/ST വിഭാഗങ്ങൾക്കും ജനറൽ വിഭാഗങ്ങൾക്ക് 10 ഒഴിവുമാണ് ഉള്ളത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 17,590, 43,450 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ 16/1/2026 ആണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ അതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ, അതായത് CSEB-യുടെ സൈറ്റിൽ കയറിയതിന് ശേഷം 1 day രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ട് വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൽ 1 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവിന് 20 മാർക്കാണ് ഉണ്ടാവുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് ഇന്റർവ്യൂവിനെ സംബന്ധിച്ചും പരീക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 1 day രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 1 day രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ വളരെ കുറച്ച് നോട്ടിഫിക്കേഷൻ മാത്രമേ ഇങ്ങനെ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ അക്കാഡമി വഴി കൃത്യമായിട്ട് തന്നെ ക്ലാസ് എടുത്ത് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. കാരണം ഏജ് ഓവർ ആയിട്ടുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ, ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ നോക്കിയിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. ആർക്കും അത് മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവസരങ്ങൾ വളരെ കുറച്ചേ വരുന്നുള്ളൂ എങ്കിലും നമുക്ക് ആ അവസരങ്ങൾ പരമാവധി വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക്
എല്ലാവരും ജോലി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി എല്ലാവരും അപേക്ഷിക്കാൻ പറ്റുന്ന യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായുള്ള സമയത്തിനുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.